വൈകിട്ട് ഞാൻ വന്ന് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ചീരത്തയൊക്കെ നട്ട്. ഭയങ്കര ചൂട്. ഞാൻ വിചാരിച്ചിട്ട് തണ്ണിമത്തങ്ങ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു തണ്ണിമത്തങ്ങ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാം. ഈ ചൂട് സമയത്ത് ഞാൻ സ്പൂണൊക്കെ കൊണ്ടാണ് വന്ന്. ഈ ചൂട് സമയത്ത് കടയിൽ പോലും ഇത്ര മധുരത്തിൽ, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും ഇത്ര മധുരം കാണത്തില്ല കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തേ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങനെ ഇതേപോലെ തണ്ണിമത്തനൊക്കെ എടുത്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞാനൊക്കെ പണ്ട് സ്വപ്നം കാണാൻ മാത്രം പറ്റുന്നൊരു കാര്യമായിരുന്നു. അപ്പം സ്വപ്നങ്ങൾ കുറേ കണ്ട് അവസാനം ഇപ്പം ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഒരു സീസൺ തീരുന്ന വരെയും അപ്പോൾ ഒരുപാട് വലുതല്ലെങ്കിൽ ഇതേപോലെ ചെറിയ തണ്ണിമത്തനൊക്കെ ഇടയ്ക്ക് കാണാം. അപ്പം നമുക്ക് കഴിക്കാം. ഇതുണ്ട്. കുഞ്ഞ് തണ്ണിമത്തനായിരുന്നു. ഓക്കെ, കുറേ നേരം ജോലി ചെയ്താൽ ക്ഷീണമല്ല. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ തന്നെ മാറി കേട്ടോ. അപ്പോൾ ചെറിയൊരു മഞ്ഞ തണ്ണിമത്തനും കൂടെ അവിടെ കിടന്നേ. അതിങ്ങനെ വല്ലായിരുന്നേ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. മറ്റേ തണ്ണിമത്തൻ്റെ ചോപ്പിൻ്റെ ടേസ്റ്റ് അല്ലേ, നല്ല ടേസ്റ്റാണ്.